നല്ല മസ്കുലറായിട്ടൊരു ബോഡി ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് അനബോളിക് സ്റ്റിറോയിഡിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് പല ആളുകളുടെയും ഡൗട്ടും പല ആളുകളുടെയും ചോദ്യം. പക്ഷേ ഞാൻ പറയും, അനാബോളിക് സ്റ്റിറോയിഡ് എന്നത് ഒരു ഹോർമോൺ ബേസ് പെട്ട കുറച്ച് സംഭവങ്ങളാണ്. അത് പല പല ഐറ്റംസുകളുണ്ട്. അപ്പോൾ നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്തിട്ടും നമ്മൾ എത്ര ഫുഡ് കഴിച്ചിട്ടും നമ്മൾ എത്ര ഡയറ്റ് ഫോളോ ചെയ്തിട്ടും നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബോഡി ബിൽഡ് ചെയ്യണം, ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യണം, അതുപോലെ എന്തെങ്കിലും പ്ലാനുകളുണ്ട്, അല്ലെങ്കിൽ പറ്റ സ്കെൽറ്റായിട്ടിരിക്കുന്ന ആളുകളൊക്കെയാണ്, അവർക്ക് ഓൾറെഡി മസിൽ മാസ് ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം, മസിൽ മാസ് ഇല്ലാത്ത ആളുകളായിരിക്കാം. അവർ ബെസ്റ്റ് ഒരു ഡോക്ടറെ കാണുക, ഡോക്ടറെ കണ്ട് അവരുടെ സംസാരിക്കുക, എന്നിട്ട് അവരുടെ സജഷൻ പ്രകാരം നമുക്ക് ഈ അനാബോളിക് സ്റ്റിറോയിഡ്സുകൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നോർമലായിട്ട് ഒരു ആളുകൾക്ക് ഇപ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അവർക്കാണ് നമുക്ക് ബോഡി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനാബോളിക് സ്റ്റിറോയിഡിൻ്റെ ആവശ്യകത നന്നായിട്ടുണ്ട്. കാരണം ഒരാളായിട്ട് മറ്റൊരാളായിട്ട് അത്ലറ്റിക്കിനായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്ത് പിടിച്ച് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിറോയിഡ്സിൻ്റെ ആവശ്യം നിർബന്ധമായിട്ടും വേണ്ടി വരും. അപ്പോൾ അത് അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് യൂസ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കോച്ചിൻ്റെ അണ്ടറിൽ, നല്ലൊരു ഡോക്ടറെ കീഴിൽ നമ്മൾ ഈ വേണ്ട രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. എങ്ങനെയാണ് അത് സംഭവം, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഏത് ഡോസ് ചെയ്യണം, ഏത് ഡോസ് ചെയ്യേണ്ട എന്നൊക്കെ. ഇപ്പോൾ ഈ അനബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു ടൈപ്പ് പെട്ട സാധനമല്ല. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ടൈപ്പ് സാധനങ്ങളുണ്ട്, ഗ്രോത്ത് ഹോർമോണുകളുണ്ട്. അപ്പം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാനും ഉണ്ട്. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കോച്ചിനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക. സെൽഫിഷായിട്ട് ചെയ്യാതിരിക്കുക. സെൽഫായി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ കുറേ ആളുകളുണ്ട് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഓരോരോ സ്റ്റേജിനനുസരിച്ച് നമ്മൾ ഈ സൈക്കിൾ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഒരേ സ്റ്റേജിലാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കുറേ ഏതൊക്കെ സ്റ്റിറോയിഡ്സ് ഉണ്ട്, ഏതൊക്കെ ചെയ്യാനാണ്, ഏതൊക്കെ ചെയ്താലാണ് നമ്മൾ ബോഡി ബിൽഡ് ആവുക, ഏതൊക്കെ ചെയ്താലാണ് നമ്മൾ ലീൻ ആവുക, ഏതൊക്കെ ചെയ്താൽ നമ്മൾ ഫാറ്റ് കട്ടാവുക, അങ്ങനെയുള്ള പല പല ഐറ്റംസും പല പല ടൈപ്പിലുള്ള സ്റ്റിറോയിഡ്സുകൾ നമുക്ക് ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ MDMA-യും മറ്റേ പോലെയുള്ള കാര്യങ്ങളും ഈ ഡ്രഗ്സും ഒക്കെ അതും ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു ഹെൽത്തി നമ്മൾ നോക്കി, നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, നമ്മളെ ഹെൽത്ത് പരമായിട്ട് നമുക്ക് വലിയ ഇഷ്യൂസുകളൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബോഡി മസിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അത്ര നിർബന്ധമാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട, അത് അപ്പം തന്നെ ക്യാൻസൽ ചെയ്യുക. കാരണം നമുക്ക് മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്നൊരു സാധനമാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മാക്സിമം നമുക്ക് നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ഉദാഹരണങ്ങളും എനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉള്ളടക്കം എന്നുള്ള ലെവലിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ, ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ സ്റ്റിറോയിഡ് ആയിക്കോട്ടെ, എന്ത് സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഡയറ്റ് ഞാൻ എല്ലാത്തിലും പറയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക വേണം. നമ്മൾ സ്റ്റിറോയിഡ്സ് ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും കേട്ടോ. പലത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് പലത് നമ്മൾ കേട്ടറിവുണ്ട്. അപ്പോൾ എൻ്റേതായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തുതരാം. ഏതൊക്കെ സ്റ്റിറോയിഡ് ഏതൊക്കെ ടൈമിൽ ചെയ്യണം, ഫസ്റ്റ് ഒരു ബിഗിനേഴ്സിനാണെങ്കിൽ ഏത് സ്റ്റിറോയിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഏതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പറ്റിയിട്ടുള്ളൊരു 1 by 1 ആയിട്ട് ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചുരുക്കത്രേ ഉള്ളൂ, നമ്മൾ നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്തൊരു ബോഡിയും അനാബോളിക് സ്റ്റിറോയിഡ് വെച്ച് ബിൽഡ് ചെയ്തൊരു ബോഡിയും രണ്ടായിരിക്കും. കാണാൻ രസം ഏതായിരിക്കും? അനാബോളിക് സ്റ്റിറോയിഡ് ആയിരിക്കും കാണാൻ രസം. കാരണം അത് നല്ലൊരു വലിയ ബോഡിയിൽ ഫാറ്റൊന്നും ഇല്ലാതെ നല്ലതൊരു മസ്കുലറായിട്ട് നല്ല സോളിഡ് ആയിട്ടുള്ള മസിൽസ് ആയിരിക്കും ബിൽഡ് ചെയ്തെടുക്കുക. പക്ഷേ എല്ലാത്തിനും ഡയറ്റാണ് മെയിൻ. ഡയറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, എന്ത് തന്നെ കുത്തിവെച്ചിട്ടൊരു കാര്യമില്ല, വരില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുക, അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവുക. പിന്നെ സ്റ്റാർട്ടിങ് എന്ന നിലയ്ക്ക് നമ്മൾ ഫസ്റ്റ് ഒരു ക്രിയേറ്റിൻ നിന്ന് തുടങ്ങാം. ക്രിയേറ്റിൻ അതിൻ്റെ ഒരു രസകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്രിയേറ്റിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അത് ചോദിക്കുന്ന കുറച്ച് ടീമുണ്ട്. അപ്പോൾ അവർ സ്ഥിരം വെള്ളടിക്കുന്ന ടീമായിരിക്കും, മനസ്സിലായില്ലേ? അതിനൊരു കുഴപ്പമില്ല. പക്ഷേ സ്റ്റിറോയിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അതൊക്കെ ഭയങ്കര ഡൗട്ട്. ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഡൗട്ടായിരിക്കും. അപ്പോൾ
ഇതിനെ പറ്റിയിട്ടുള്ള മൊത്തത്തിൽ വൺ ബൈ വൺ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്രിയേറ്റിനിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് കാര്യമാണെങ്കിലും ക്രിയേറ്റിന്മേൽ തുടങ്ങാം, ഒന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് ബിൽഡ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൺ ബൈ വൺ ആയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ.